എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം സൈക്കോളജിയുടെ പ്രധാന മേഖലകളെല്ലാം നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്ത് വരുമായിരുന്നു. ഇനി നമുക്ക് പുതിയൊരു മേഖലയിലേക്കാണ് കടക്കേണ്ടത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറ്റ് മീൻസ് സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഒരുമിച്ച് ഇടകലർത്തി പഠനം നടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് അവിടെ ഭിന്നശേഷിക്കാരായ കുട്ടികളും സാധാരണ കുട്ടികളും തമ്മിൽ യാതൊരുവിധ വേർതിരിവുമില്ല. സാധാരണ കുട്ടികൾക്ക്, സമപ്രായക്കാരായ കുട്ടികൾക്ക് കിട്ടുന്ന അതേ അവകാശങ്ങളും അതേ റൈറ്റുകളും അതേ എല്ലാ ക്വാളിറ്റീസും അതുപോലെ തന്നെ ആർക്കും കിട്ടുന്നുണ്ട്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും കിട്ടുന്നുണ്ടെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യുഎന്നിന്റെ 2006 UN നടത്തിയ ആഗോളതല റിപ്പോർട്ടില് ആർട്ടിക്കിൾ 24 അനുസരിച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക നിർവചനം ഉൾപ്പെടുത്തുകയുണ്ടായി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ. അതായത് സമപ്രായക്കാരായ കുട്ടികളെന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെന്നും പറഞ്ഞ് യാതൊരുവിധ വേർതിരിവും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ല. അതായത് സാധാരണക്കാരായ കുട്ടികൾക്ക് ലഭിക്കുന്ന, സമപ്രായക്കാരായ കുട്ടികൾക്ക് ലഭിക്കുന്ന അതേ വിദ്യാഭ്യാസ അവകാശങ്ങളായിട്ടുള്ള സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളും എല്ലാം അതേപോലെ തന്നെ ആർക്ക് കിട്ടുന്നുണ്ട്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരുവിധ വ്യത്യാസമോ ഏറ്റക്കുറച്ചിലുകളോ ഒന്നും തന്നെ നിലവിലില്ലെന്നാണ് യുഎന്നിന്റെ 2006 നടത്തിയ ആഗോളതല റിപ്പോർട്ടിൽ സമർത്ഥിക്കുകയുണ്ടായത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ആശയം കൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം, സമപ്രായക്കാരും ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഒരുമിച്ച് ഇടകലർത്തി ഇരുത്തി നടത്തുന്ന പഠന സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. 1990കളിൽ ഉടലെടുത്ത ഒരു ആശയമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നത്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന ആശയം ഉടലെടുക്കുന്നത് 90ലാണ്. ഈ പറയുന്ന ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രധാന നേട്ടങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. സാമൂഹികവൽക്കരണം സാധ്യമാക്കുന്നു. വിഷയങ്ങളുടെ പഠനം പരിമിതികൾ കണക്കിലെടുത്താകണം. അതായത് ഇപ്പൊ ഭിന്നശേഷിക്കാരായ കുട്ടികളോ മറ്റോ ക്ലാസ് മുറിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയങ്ങളിലോ മറ്റോ എന്തെങ്കിലും പോരായ്മകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോബ്ലവും കൂടെ കണക്കിലെടുത്ത് വേണം ക്ലാസ്സുകൾ കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവിധ വിവേചനവും ഇല്ലാതാക്കുന്നു. ഈ പറയുന്ന സിസ്റ്റം അനുസരിച്ച്, ഇൻക്ലൂസീവ് സിസ്റ്റം അനുസരിച്ച് 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. സോ അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളോ പ്രോബ്ലംസോ ഉണ്ടാകുന്നില്ലെന്നാണ് ആര് സമർത്ഥിക്കുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയുന്നത്. സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവസരം നൽകുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൽ കായികവും കലാപരവും അതുപോലെ തന്നെ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ആരെയും പങ്കാളികളാക്കുന്നു? സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവസരം നൽകുന്നു. നെക്സ്റ്റ് നോക്കുക, പഠനത്തിലും വിജയം കരസ്ഥമാക്കുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അതായത് ഈ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കുമ്പോൾ അവരിലും ഒരു ആത്മവിശ്വാസത്തിന്റെ, വിജയത്തിന്റെ തോത് ഗണ്യമായ രീതിയിൽ വളരുകയും തനിക്കും മെച്ചപ്പെടണമെന്നും വളരണമെന്നും ഒരു തോന്നൽ ഈ പറയുന്ന കുട്ടികളിലും ഉണ്ടാകുന്നു എന്നാണ് പ്രധാനമായിട്ടും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും സ്കൂളുകളാണെങ്കിലും ക്ലാസ് മുറികൾ എടുത്തു നോക്കിയാലും ഇപ്പോഴും ഭിന്നശേഷി സൗഹൃദപരമായിട്ടില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഉതകുന്ന വിദഗ്ധ പരിശീലനം എല്ലാ അധ്യാപകർക്കും നൽകിയിട്ടില്ല. അതായത് ഭിന്നശേഷി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സുകൾ ഒന്നും തന്നെ സ്കൂളുകളിൽ ലഭ്യമായിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും സ്കൂളുകളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ട വിധത്തിലുള്ള ടീച്ചേഴ്സ് ഒന്നും തന്നെ അവിടെ ഇപ്പോഴും നിലവിലില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭിന്നശേഷിക്കാർക്കായിട്ട് പ്രത്യേക വിധത്തിലുള്ള യാതൊരുവിധ പാഠ്യപദ്ധതി സംവിധാനങ്ങളോ ഒന്നും തന്നെ രൂപീകരിച്ചിട്ടില്ല എന്നതുമാണ് നമ്മുടെ എന്തിന്റെ പരിമിതികള്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പരിമിതികളായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മേഖല PWD ആക്ട് ആണ്. ദാറ്റ് മീൻസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രാബല്യത്തിൽ വന്നത്, ദാറ്റ് മീൻസ് ആ ആക്ട് കൊണ്ടുവന്നത് 95ലാണ് വന്നതെങ്കിലും ഇത് നിലവിൽ വരുന്നത്
1995 വന്നെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ അംഗീകാരത്തോടു കൂടി നിലവിൽ വരുന്നത് 1996 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ഇത് എന്ത് ചെയ്യുന്നതടാ നിലവിൽ വരുന്നത്. ആക്ട് പാസ്സാക്കിയ വർഷം 95ഉം PWD ആക്ട് നിലവിൽ വന്നത് 96 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അനുസരിച്ച് പ്രധാനമായിട്ടും എത്ര ഭിന്നശേഷിക്കാരാണുള്ളത്? 7 തരം ഭിന്നശേഷിക്കാരാണുള്ളത്. എത്ര പേരാണ്? 7 തരം ഭിന്നശേഷിക്കാരാണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അനുസരിച്ച് 95 ആക്ട് അനുസരിച്ച് വരുന്നത്. പ്രധാനമായിട്ടും 7 പേരാണ്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. PWD ആക്ട് പ്രകാരമുള്ള 7 ഭിന്നശേഷിക്കാരെയാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് പൂർണ്ണ അന്ധത, 2 കാഴ്ചക്കുറവ്, 3 ഭേദമായ കുഷ്ഠരോഗം, 4 ചലനപരമായ പരിമിതി, 5 ശ്രവണ വൈകല്യം, 6 ബുദ്ധി പരിമിതി, 7 മാനസികമായിട്ടുള്ള രോഗങ്ങൾ. ഇങ്ങനെ 7 വിധത്തിലാണ് നമ്മൾ PWD ആക്ട് അനുസരിച്ച് ഭിന്നശേഷിക്കാരെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. പൂർണ്ണ അന്ധത എന്ന് പറഞ്ഞാൽ കണ്ണാടി കൊണ്ടോ അല്ലെങ്കിൽ തന്നെ ചികിത്സ കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാഴ്ച പ്രശ്നത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓക്കെ ആക്കാനായിട്ട്. അതായത് കണ്ണാടി കൊണ്ടോ അല്ലെങ്കിൽ തന്നെ ചികിത്സാ രീതി കൊണ്ടോ നമ്മുടെ കാഴ്ചയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥയാണ് പൂർണ്ണ അന്ധത എന്ന് പറഞ്ഞത്. അവർക്ക് ഡ്രൈവ് ചെയ്യാനോ സഞ്ചരിക്കാനോ എന്തെങ്കിലും നോക്കാനോ വായിക്കാനോ അതിനൊന്നും തന്നെ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. എന്നാൽ കാഴ്ചക്കുറവെന്ന് പറഞ്ഞാൽ കണ്ണിനെ, അതായത് ഒരു കാര്യത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഭാഗികമായ രീതിയിൽ ഒരു മങ്ങല്, ഒരു കാര്യം ഒരു വസ്തു കാണുമ്പോൾ ഭാഗികമായ രീതിയിൽ അനുഭവപ്പെടുന്ന മങ്ങലിനെ വിളിക്കുന്ന പേരാണ് കാഴ്ചക്കുറവ്. ഭേദമായ കുഷ്ഠരോഗം, ചില ആളുകൾ കുഷ്ഠരോഗം വന്ന ശേഷം ഇവർ ചികിത്സിച്ച് അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവും. ഭേദമായ ഇത്തരക്കാരായ ആളുകൾക്ക് കൈകൊണ്ടോ കാലുകൾ കൊണ്ടോ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൈകാലുകൾ തേഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രവൃത്തികൾ നേരാവണ്ണം ചെയ്തു തീർക്കാൻ കഴിയത്തില്ല. അത്തരത്തിലുണ്ടാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഭേദമായ കുഷ്ഠരോഗം. നെക്സ്റ്റ് ചലനപരമായ പരിമിതികൾ, ദാറ്റ് മീൻസ് നമ്മുടെ നാഡി പേശി മുതലായവയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ നമ്മുടെ സ്വതന്ത്രമായ വിധത്തിലുള്ള സഞ്ചാരത്തെ, ശരീരത്തിന്റെ സഞ്ചാരത്തെ ബാധിക്കും. അത്തരത്തിലുണ്ടാകുന്ന പ്രവർത്തനമാണ് ചലനപരമായ പരിമിതി. നെക്സ്റ്റ് നോക്ക്, ശ്രവണ വൈകല്യം. നമുക്ക് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കേൾവിയെ പൂർണ്ണമായി ബാധിക്കുന്ന, കേൾവിയെ തകരാറിലാക്കുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ശ്രവണ വൈകല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിപരിമിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബുദ്ധിപരിമിതി ഉള്ള ആളുകളിൽ സാമൂഹ്യമായ ഇടപെടല്, മാനസിക പക്വത എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ കുറവ് അനുഭവിക്കുന്ന ആളുകളെയാണ് ബുദ്ധിപരമായ പരിമിതി നേരിടുന്നവരെന്ന് പറയുന്നത്. ഇവരെ നമുക്ക് 3ആയിട്ട് ഈ വിഭാഗത്തെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് തീവ്രം, മിതം, തീവ്രം, അതിതീവ്രം. ഇങ്ങനെ ഈ ബുദ്ധിപരിമിതി നേരിടുന്നവരെ നമുക്ക് ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്: മിതം, തീവ്രം, അതിതീവ്രം എന്ന രീതിയിൽ നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് മാനസിക രോഗം. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനോനില പൂർണ്ണമായിട്ടും വ്യതിചലിച്ചു പോകുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാനസിക രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയോ? നമ്മുടെ PWD ആക്ട് വന്നത്, ആക്ട് പാസ്സാക്കിയത് 95-ലും നിലവിൽ വന്നത് 96-ല്. അതനുസരിച്ച് പ്രധാനമായിട്ടും PWD 95-ലെ 7 തരത്തിലുള്ള ഭിന്നശേഷിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പൂർണ്ണാന്ധത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠരോഗം, ചലനപരമായ പരിമിതി, ശ്രവണ വൈകല്യം, മാനസിക രോഗം, ബുദ്ധിപരമായിട്ടുള്ള പരിമിതി എന്നിവയായിരുന്നു അത്. ദെൻ ഇത് കൂടാതെ നമ്മുടെ PWD ആക്ട് 95-ലാണ് നിലവിൽ വന്നതെങ്കിലും 2016 ആയപ്പോഴേക്കും RPWD എന്ന പേരിൽ റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നിലവിൽ വന്നു. 2016-ല് റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നിലവിൽ വരികയും ഇതനുസരിച്ച് ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റിലേക്ക് 14 പേരെ കൂടെ ഉൾപ്പെടുത്തുകയുണ്ടായി. RPWD അനുസരിച്ച് എത്ര പേരെ കൂടെ ഉൾപ്പെടുത്തിയടാ? 14 പേരെ കൂടി ഭിന്നശേഷി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. സോ ടോട്ടൽ മെമ്പേഴ്സ് 21 എന്ന നിലയിൽ 14+7 എന്ന ക്രമത്തില് 21 പേരായി ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് ഉയർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ആ ഏകദേശ ഒരു ആശയം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടില്ല. അതിൽ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കി, നേട്ടങ്ങൾ നോക്കി, പരിമിതികൾ നോക്കി, അതോടൊപ്പം തന്നെ PWD ആക്ട് നോക്കി. PWD ആക്ട് 95 നോക്കിയത്. 95-ൽ വന്ന 7 വിഭാഗക്കാരെ നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷം ഇനി RPWD അനുസരിച്ച് വരുന്ന 14 കാറ്റഗറികളുണ്ട്. അവരെ കൂടെ നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിവതും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുമായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ കൂടെ ചെയ്യുക. താങ്ക്